ഹലോ ബേബീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ് കേട്ടോ. എൻ്റെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് അല്ല, ഫിദൂട്ടിയുടേതാണ്. അപ്പോൾ സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്യാനായില്ലേ, അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് പർച്ചേസ് ചെയ്തോ, എന്തൊക്കെയാണ് വിശേഷം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കൂടിയിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ്. ഒബ്വിയസ്ലി അതിൽ 2 ഡേയ്സിൽ അത് ഒന്നിച്ചാണ് കേട്ടോ കാണിക്കുന്നത്. ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് കുറച്ച് ഷോപ്പൊക്കെ ചെയ്തിട്ട് പിന്നെ സ്കൂൾ ബാഗും ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് സെക്കൻഡ് നമ്മൾ ലുലുവിൽ വന്നു കേട്ടോ. അപ്പോൾ 2 ദിവസം എടുത്ത വ്ളോഗാണ് ഞാൻ ഒറ്റ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നോട്ട്ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ലുലുവിൽ പോയത് കാണിക്കട്ടെ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് വാങ്ങാൻ വന്നേക്കുന്നതാണ്. കുറച്ചൊക്കെ ഇന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ TP ബുക്സ് ആണ് 11 പിന്നെ എനിക്കൊരു റഫ് നോട്ടും എടുത്തിട്ടുണ്ട്. നമുക്ക് പയ്യെ നോക്കി എടുക്കാം. ഗൈസ്, അപ്പോൾ ഫിദാക്ക് നമ്മൾ നോട്ട്ബുക്സ് വാങ്ങാൻ വന്നിരിക്കുകയാണ്. അതെവിടെ എൻ്റെ സൗണ്ട് പോയി. അതിന് ഞാൻ ഈ കപ്പലിൻ്റെ മുട്ടായി എടുത്തിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. സോ യാ, ലെറ്റ്സ്. പിന്നെ ഒരു ബാഗ് ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ബുക്സ് എടുത്തു. കുറച്ച് ബുക്സ് നമ്മൾ നോക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വെറുതെ നോക്കി. ഇതൊക്കെ ഞാൻ ഒരു ടൈം യൂസ് ചെയ്തിട്ടുള്ളൂ, LKG എന്തോ. അപ്പോൾ ഗൈസ് ഞാനിവിടെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. അവർ രണ്ടും ഇങ്ങനെ ബുക്ക് ഏത് കമ്പനിയുടെ എടുക്കണമെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഇവിടെ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി നോക്കണം. ഫിദാക്ക് ഫസ്റ്റ് ടൈമാണ് പെൻ യൂസ് ചെയ്ത് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മളിനി പോകുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. ഞങ്ങളിപ്പോൾ നോട്ട്ബുക്സൊക്കെ എടുത്തിട്ടുണ്ട്. ടോട്ടൽ 10 സബ്ബാണ്. അപ്പോൾ നമ്മൾ സെറ്റായിട്ടാണ് ഇപ്പം നോട്ട്ബുക്സൊക്കെ എടുത്തിട്ടുള്ളത്. നോട്ട്ബുക്സ്, TP ബുക്സൊക്കെ വാങ്ങി. ഇനി നമുക്ക് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങണം. എല്ലാം ഇന്ന് തന്നെ വാങ്ങുന്നില്ല, നമ്മൾ വേറൊരു ദിവസം പോയിട്ട് ഇനി ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ട്. നോക്കിയിട്ട് അത് നോക്കാം. അപ്പോൾ ഗായ്സ് ഞാൻ എന്താ പറഞ്ഞ 4th 1-2 വിഷയങ്ങൾ പിന്നെ ഫുൾ വിഷയമല്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റിംഗ് ആണ്. നമ്മൾ വാട്ടർ ബോട്ടിൽ നോക്കുവാണ്. നമ്മൾ ബാക്കിയൊക്കെ ലുലുവിൽ നിന്ന് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ജസ്റ്റ് ഇവിടെ റാൻഡമായിട്ട് വന്നപ്പോൾ നോക്കിയെന്നേ ഉള്ളൂ. ഓഫേഴ്സ് ഉണ്ട്, അതുകൊണ്ട് നോക്കിയതാണ്. നെക്സ്റ്റ് നമുക്കിനി പെന്ന് വാങ്ങാം. ഞാൻ സജസ്റ്റ് ചെയ്യാൻ എപ്പോഴും ബ്ലൂ ആണ്. കാര്യം ഇത് നല്ല രസമുള്ള പെന്നാണ് കേട്ടോ. സൈനോടെ അടിപൊളി പെന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ സ്കൂളിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ ബോൾ പെൻസ് ഒക്കെ ഉണ്ടല്ലോ. അയ്യോ സോറി ഗൈസ്, ഞാൻ നശിപ്പിച്ചല്ല. ആൻഡ് ദിസ് വൺ അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ടിക് പെൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ടിക് ആക്കും. ബോൾ പെൻ ജസ്റ്റ് വൺ ഫ്രം ദിസ്. ഒരു വേറൊന്നുണ്ട്, അതെ പെൻട്രോണിൻ്റെ. ഇത് നല്ലതാണ്. പക്ഷെ എനിക്ക് ഗ്രിപ്പ് കിട്ടുന്നത് യൂണോമാക്സ് ആണ്. പക്ഷെ അതാകുമ്പോൾ നല്ല യൂണോമാക്സാ? ഞാൻ ഇന്നേവരെ അത് കേട്ടിട്ടില്ല. എനിക്ക് ഐ നീഡ് ദിസ് 2 പെൻസ്. ആവശ്യമില്ല, എന്നാലും ഐ നീഡ് ദിസ്. കോണ്ടൻസ് ഒക്കെ എഴുതാനൊക്കെ ആവശ്യമുണ്ട്. സോറി ഗൈസ്, ഇത്രയും നേരം ഞാൻ മറ്റേ എക്സ്പോഷർ കുറച്ചിട്ടിട്ടാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത്. ഇനി എനിക്ക് കുറച്ച് ഇങ്ങനത്തെ നോട്ട് പാഡ്സ് വേണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഐ ആം ലുക്കിംഗ് ഫോർ ദാറ്റ്. പിന്നെന്താ, ലെറ്റ് മീ സീ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇത്രയാണ് ഞങ്ങളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ബാക്കി ഉമ്മ ലഞ്ച് ബോക്സ് എന്തൊക്കെയോ നോക്കുവാണ്. എല്ലാം കൂടെ ബാഗിൽ കൊള്ളൂല. അവളിപ്പം പറയണതെന്ന് വെച്ചാലേ അവള് ഫുഡിന് ബോക്സ് ബാഗ് പ്രത്യേകിച്ച് കൊണ്ടുപോകുന്നില്ല. എല്ലാം കൂടെ ബാഗിൽ കൊള്ളണമെങ്കിൽ ചെറുതല്ലി വാങ്ങാം. ഇത് വെള്ളം ഒഴിക്കുന്നത്. പക്ഷെ ഇത്രയ്ക്ക് ആർക്കാ ഇത്രയും കുഞ്ഞിത്? ഇല്ലെങ്കിൽ ഞാൻ ഇത് തൊട്ട് ഒന്ന് വാങ്ങിച്ചിട്ടേ അത് അത് കൊള്ളാല്ലേ? ബാഗിൽ വെച്ച് മറ്റേ തൂക്ക് അതിനെ കൊണ്ടുപോവാം. തൂക്കൊണ്ട. ഇത് നോക്കിയാ ബാഗ് ഗൈസ്, ഇതൊക്കെ കാണുമ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബൈ. എനിക്ക് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കഴിക്കാൻ തോന്നുന്നു. ഗൈസ് എത്ര വർഷം കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കോളേജിൽ പോകുമ്പോൾ നോക്കാം. ലഞ്ച് ബോക്സ് ഇതാണ് എടുത്തിട്ടുള്ളത്. ഈ ബോട്ടിൽ എനിക്ക് വേറെ വല്ലതും കൊണ്ടുപോകാം. കുറച്ച് ഫുഡല്ലേ കഴിക്കുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി സ്നാക്സ് ബോക്സ് വേണമെങ്കിൽ നോക്കാം. ഗൈസ്, നിങ്ങൾക്ക് ഈ കളറാണോ ഇഷ്ടപ്പെട്ടത്, അതോ ഇത് എടുത്തിട്ടുള്ള ഈ ഗ്രീൻ ആണോ എന്നുള്ളത് കമൻറ്റ് ഡൗൺ ചെയ്യാം കേട്ടോ. ഗൈസ്, സ്കൂളിൽ സ്നാക്സ് ടൈം അലൗഡ് അല്ല, എന്നാലും ജസ്റ്റ് എന്തെങ്കിലും കൊടുത്തു വിടാനായിട്ട് നമ്മൾ
ഈ 2 ചെറിയ ഒരു ബോട്ടിൽസ് എടുക്കുവാണ്. 1 week later. അന്ന് ഞാൻ കാണിച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലുലുവിലേക്കാണ് വന്നിട്ടുള്ളത്. ലുലുവിൽ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് അവരുടെയൊക്കെ ഫോട്ടോസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ വന്ന ഉടനെ തന്നെ നോക്കുന്നത് ബാഗൊക്കെയാണ്. ആദ്യം തന്നെ ബാഗാണ് കേട്ടോ നോക്കിയത്. കാര്യം നമുക്ക് ബാഗല്ലേ വാങ്ങാനുള്ളത്. അപ്പോൾ ഫിദായും ഉമ്മായൊക്കെ ബാഗ് നോക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയിട്ട് അവൾക്ക് പെൻ എന്തെങ്കിലും വേണമെന്ന് അറിയാൻ ഞാൻ ഇവിടെ വന്നൊന്ന് നോക്കി. കാര്യം അവിടെ ഒരുപാട് കളക്ഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെ വെറൈറ്റി ഐറ്റങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. മൊത്തത്തിൽ ഞെട്ടിപ്പോയിട്ട്. പക്ഷേ പിന്നെ ഒരു കാര്യം, ഫിദ ഓരോ ടൈമിൽ ലുലുവിൽ വരുമ്പോഴും ഇതിൽ നിന്ന് ഓരോന്നൊക്കെ മുന്നേ വാങ്ങിച്ച് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് അവിടെ നിന്നൊന്നും കണ്ടിട്ട് വാങ്ങണം എന്ന് തോന്നിയിട്ടില്ല. കാര്യം ഇതെല്ലാം ഓൾറെഡി അവളെ കയ്യിലിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവളങ്ങനെ നോക്കുന്നില്ലായിരുന്നു. പിന്നെ ഉമ്മ ഷൂ വാങ്ങി അവൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് ഇവിടെ ഒരു ട്രെയിന് പോലെ ഫുള്ളിങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ലാഭത്തിലുള്ള ഈസ് കിറ്റ്സാണ്. അതായത് അതിനകത്ത് പെൻസില്, പെൻ, അങ്ങനെ എല്ലാം വരുന്ന സെറ്റ്സാണ് കേട്ടോ. മഴയാണല്ലോ, അപ്പോൾ കുട എന്തായാലും വേണം. നമ്മൾ കുട എന്നാണ് പറയുന്നത്, നിങ്ങൾ കുട എന്ന് പറയാം, അംബ്രല്ല എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പം എൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണ്, കുട എന്നാണ് നമ്മളെല്ലാവരും പൊതുവേ പറയാറ്. ഓക്കെ, ഫിദാക്ക് ആ കുട വേണം എന്ന് പറഞ്ഞിട്ട് നിന്നു. എന്നിട്ട് ഞങ്ങൾ വേറെ കളേഴ്സ് നോക്കി. പിന്നെയാണ് ഒരു സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്, ഇതിനെക്കാട്ടി കളക്ഷൻ അകത്തുണ്ടാവും ഹൈപ്പറിനുള്ളിൽ കേട്ടോ. കാര്യം അവിടുത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമല്ലേ പുറത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചെങ്കിൽ പിന്നെ ഉള്ളിൽ പോയി നോക്കിയിട്ട് ഏത് വേണമെന്നുള്ളത് ഫിക്സ് ചെയ്യാണ്. എന്നിട്ട് ആ ബ്ലൂ കുട നമ്മളടുത്ത് മാറ്റി വെച്ചു. കാര്യം എൻ്റെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ. ഇനിയിപ്പോൾ അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫിദയുടെ കയ്യിൽ നിന്നുള്ളത് ഞാൻ വാങ്ങേണ്ടി വരും. അതുകൊണ്ട് അതവിടെ മാറ്റി കൊടുത്തിട്ട് നമ്മൾ ഹൈപ്പറിനുള്ളിലേക്ക് കയറി. എന്നിട്ട് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. അങ്ങനെ നമ്മളിതേ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ബാഗ് സെക്ഷൻ നോക്കിയാണ് നടക്കുന്നത്, എവിടെയാണെന്നുള്ളത്. അപ്പോഴാണ് ഒരു നല്ല രസത്തിൽ ഇങ്ങനെ ലുലു ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ എഴുതിയിട്ട് ഒരു സെക്ഷനായിട്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം. അതിനുള്ളിലെല്ലാം ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫിദ അവിടെ നിന്നിങ്ങനെ കളിക്കുകയാണ്, വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേ ഒരു ഒറ്റ ഓട്ടം അകത്തേക്ക് ഓടി. കാര്യം ബാഗൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് ആ കാണുന്നത്. ഇതുണ്ടോ, ഇതൊരു വെറൈറ്റി കളറാണ് ഫിദ. അതെന്ത് എന്തോ ഒരു ഇതാണോ ഇഷ്ടപ്പെട്ട? അപ്പോഴും ഇതും കൊള്ളാല്ലേ, കളർഫുൾ. അല്ല, ഡേർട്ടാവേ, അതിലാവൂല ഭംഗി. അത് പിന്നീടാകുമ്പോ അത് ഡാർക്കാവും. ഇട്ടോക്ക്, കംഫർട്ടബിൾ ഇതായിരിക്കും. എടി കള്ളി, അതിൽ നീ ബുക്ക് ഇടുമ്പോ കറക്റ്റ് ആവും. തിരിഞ്ഞാണ് ഇല്ല, ടൈറ്റാക്കാൻ ഇല്ല. അയ്യോ, ഭയങ്കര വലുതല്ലേ അത്. നോക്ക്, വേറെ നോക്കില്ലെങ്കിൽ. സോ ഓക്കെ ഫോർ ദാറ്റ്. ആൻഡ് വാട്ട്സ് ദിസ്? അത് സ്കൂബിയുടെ, അത് എനിക്കിഷ്ടപ്പെട്ടില്ല. ദാറ്റ്സ് നോട്ട്, വലിയ ഭംഗിയില്ല അത് കാണാൻ. എനിക്ക് ഇതും ഇഷ്ടപ്പെട്ട്. അതിലേതെങ്കിലും ഒന്നാട്.
വേറെ ഏതാ സൂപ്പർ എന്ന് കമന്റ് ചെയ്താ. ഈ ബ്ലൂവോ ഏതാ ദിസ് വണോ ഫിദ? ഇതാ ഇത് വെയിറ്റ് ഒന്നുമില്ല, പക്ഷെ ചെറുതാണ്, അതിൽ ഒരു അറയേ ഉള്ളൂ. ബട്ട് ഇത് നല്ല വലുതാണല്ലേ, കൊള്ളായിരുന്നു. സിബിടാൻ പറ്റല്ലേ? എന്ത് പറ്റാത്ത പച്ചണേ എടി ഗായ്സ് പൊട്ടിച്ച്. അവിടെ നിന്നൊരു സ്റ്റാൻഡ് ഇളകി വന്ന്. ഞാൻ അപ്പുറത്തെ സൈഡും കൂടെ നോക്കിയിട്ട് വരാവേ. അപ്പൊ ഇവിടെ ഫുള്ള് ലൈക്ക് ഇങ്ങനെ ബാക്ക് ടു സ്കൂളിൻ്റെ ഇത് എഴുതിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. തിരി നോക്കട തിരി. ഇതാകുമ്പോ തിരിച്ചറിയാൻ പറ്റും, ബാഗ് മാത്രം പോണോണ്ട്. അതല്ല, ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്നുള്ളത് കമന്റ് ഡൗൺ ചെയ്യാട്ടോ. ഏത്? അയ്യോ ദാറ്റ്സ് ഡാമേജ്ഡ് ഗൈസ്. ഈ ബാഗ് ഞാൻ എടുത്തു ഗൈസ്. ഇതാടെ കൂടെ വന്നിട്ട് നൈസായിട്ട് ഇത് ഞാനും എടുത്തു. ട്യൂഷൻ ആകുമ്പോ ഇപ്പൊ തരാമേ. ഓക്കെ, ഒരു സ്മോൾ ഇത് മതി. സ്നാക്സ് ഇല്ലല്ലോ. സ്നാക്സ് ഉണ്ടോണോ? ഇതാണെങ്കിൽ പുറത്ത് കുറേ നല്ല മോഡൽ ഇടന്നല്ല. ഈ പിങ്ക് ആണെങ്കിൽ ബാഗിന് മാച്ച് ആവൂലേ? പക്ഷേ ഹാവ് എ നൈസ് ഡേ. ടേക്ക് ടൈം ഫോർ യുവർ സെൽഫ്. അതിൻ്റെ ചെറുതുണ്ടല്ലോ, അങ്ങനെ കുറേ ഉണ്ടല്ലോ. ഗൈസ്, അപ്പോൾ ഇപ്പം എടുത്തിട്ടുള്ളത് ഈ ഒരു ബാഗ്. അത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഇത് ഫിദാക്ക് വേണ്ടിയിട്ടാണ്. അയ്യോ, എനിക്ക് ഈ ബാഗ് ഇഷ്ടപ്പെട്ടു ഫിദ, നല്ല രസമുണ്ട്. ഗൈസ്, നമ്മൾ ബാഗ് മാറ്റി, നമ്മൾ ബാഗ് ഇതാക്കി കേട്ടോ. കുറച്ചും കൂടി വലുത് ഇതാണ്. അപ്പം നമ്മൾ ഇതാ എടുത്തിട്ടുണ്ട്. തിരിക്ക് ഇതെടുത്തിട്ടുണ്ട്. ഇതാകുമ്പം കുറച്ചും കൂടി റോസ് കൂടുതലും കിട്ടും, ആൻഡ് മറ്റതിനെക്കാട്ടി വലുതുമാണ്. കാണിച്ചാണ് ഇങ്ങോട്ട് കാണിച്ചാണ് പൊക്കി. ഇതിലേത് വേണം ഇതാ? നല്ലത് നോക്കിയിട്ട്. എന്നിട്ട് സ്വന്തമായിട്ട് ബില്ലടിച്ചിട്ട് അതുവഴി ഇറങ്ങി വെക്കും. വെക്കടി അവിടെ ഒരെണ്ണം ഇട്. കൊള്ളാം. ഇതെത്രയാ? ഇവിടെ തുറക്കത്, ഇതിൻ്റെ ഉള്ളിലായിരിക്കും റേറ്റ്. അല്ല, ബില്ല് ഉണ്ടോന്ന് നോക്കണ്ടേ? ബില്ല് ഇതിലില്ലല്ലോ, പിന്നെ എങ്ങനെ ബില്ലടിക്കും? മേ ബി ഇതായിരിക്കും. ഗൈസ്, ഇത് 599 ആണ്. അപ്പൊ ഇതിന്റെ ഒരെണ്ണം എടുക്കുന്നേ. അത് വേണ്ട, ഇത് മതി. ഇത് 599 ഉള്ളൂ. 599 ഉള്ളൂ എടി. ഇത് 459. ഇതിനെക്കാട്ടി എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടെ. ഇതെടുത്തോ എന്നോ? എന്നാ എടുത്തോ. അങ്ങനെ അവളെ കൊണ്ട് ആ 2 ബോക്സ് ഒക്കെ എടുപ്പിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ എനിക്ക് എൻ്റെ ഫോണിൻ്റെ കണക്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് 3 പിന്ന് നോക്കണം കേട്ടോ. വീട്ടിൽ 3 പിന്നിൻ്റെ ഒരു ആവശ്യമുണ്ട്.
ഇതല്ല പക്ഷെ നമ്മളെടുത്തിരിക്കണം അതല്ല ആ അതാണ് ഇരിക്കണം. ചെറുത് മതി, ചെറുതാണ് നല്ലതെന്ന് തോന്നണല്ലേ. ഏതല്ലേ വേണ്ടതെന്ന്? ഇത് മതി. ഗൈസ് ഇവിടെ ഉമ്മ സ്കൂൾ ഷോപ്പിങ്ങിന് വന്നിട്ട് ഉമ്മയുടെ കാര്യം എന്താ നോക്കണേ. ഇവിടെ നമുക്ക് വലിയ വോയിസ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ, കാര്യം പബ്ലിക് പ്ലേസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ വോയിസ് കൊടുത്താലും വലിയ കേൾക്കുമെന്നൊന്നും ഒരു ഉറപ്പും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്. ഷെല്ലാണ് ഇതിനകത്ത് കുറേ. ഗൈസ് ഇതെടുത്തത് പോരാഞ്ഞിട്ട് അവക്കിനി പൗച്ച് വേണം. പൗച്ച് നാറ്റല്ലേ. ഗമ്മ നീ കുടിക്കണോ ചെയ്യണ? ഞാൻ എടുത്തരാം വെയിറ്റ് പോരെ. അത്രയും വലുത് എന്തിന്? ഇതെടുത്തോ, ഇത് മതി. ഫിദ പറയണ ഫിദ കുഞ്ഞു ഗമ്മ വേണ്ട. അത് എന്തിനാണെന്ന് പറ. തന്നെ ഒരു ഫെവി സ്റ്റിക്ക് എടുത്തോ, ലൈക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി വരണമെങ്കിൽ. പിന്നെ നമുക്ക് ഇതെന്ത് സ്റ്റിക്കാ? ഗ്ലൂ സ്റ്റിക്കോ? അയ്യേ പശ കയ്യിലായി. അടക്കി. പക്ഷെ നല്ല മണം. ഡെലി ലിക്വിഡ് ഗ്ലൂവോ? ഗൈസ് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഒരു ജെൽ ഗ്ലൂ ആണ് കേട്ടോ. എന്ത് രസമാണ്, ലിക്വിഡ് ഗ്ലൂ ആണ്. നല്ല രസമുണ്ട് കാണാൻ. ഒരു ക്ലിയർ ഗ്ലാസ് പോലെ രസമുണ്ടല്ലേ ഇത്. പശ ഗ്ലൂ പക്ഷെ വെള്ളം പോലെ നല്ല രസമുണ്ട്. ഫിദാക്ക് ഇത് വേണോ? എടുത്തോ. വേറെ സെലോ ടേപ്പ് ഉണ്ടല്ലോ. എവിടെ? എവള് പെൻസിൽ ഒന്നും വാങ്ങിക്കണ്ട, ഗൾഫിൽ നിന്നുണ്ടെന്ന് ഇഷ്ടം പോലെ ഇരിക്കും. പെൻസിൽ ഗ്രിപ്പ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇനി പെന്നില്ലല്ലോ. ആ എടുത്ത്. പെന്നേത്? ഇത് വേണോ? ലെക്സിയാ? അത് ഇങ്ങനത്തതാ? അത് ഇതാ? ഇതല്ലേ? ഗൈസ് അവള് നോക്കിയ പെൻ ഇവിടെ ഇല്ല, എന്നിട്ട് ദേഷ്യം കാണിക്കുന്നത് എൻ്റെ അടുത്താണ്. ആദ്യമായിട്ട് പെന്ന് വെച്ച് എഴുതേനു. കയ്യെക്കാട്ടി വലിയത്. ഗൈസ് അപ്പോൾ നമ്മളിത് ഈ പെന്നിൻ്റെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. കണ്ട ഇതൊക്കെ ഏതാ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞു. തൽക്കാലം ഇത് മതി. 5 പെന്നുണ്ടല്ലോ. ആ എടുത്തോ പോരെ. ഇനിയിപ്പം അതില്ലാത്തോണ്ട് പഠിച്ചില്ലെന്ന് വേണ്ട. കുഞ്ഞെടുട്ടാ. ആ പിന്നെ 25 ഒന്ന് ചെയ്തിട്ടില്ല. ഏത് വേണോ എടുക്കാം. 25 എന്ന് പറഞ്ഞാൽ ഇതിൽ 10 കളേഴ്സ്. ആ എടുത്തോ. അയ്യോ വേണ്ട. ഇതൊന്നും പോരാഞ്ഞിട്ടടുത്ത് കഥാബുക്ക് വേണമെന്നും പറഞ്ഞൊരു ഒച്ചപ്പോക്ക്. അപ്പോൾ നമ്മൾ 2-3 സെറ്റ് ലൈക്ക് സ്റ്റാപ്ലർ പിൻസ് എടുക്കുക. ഒരു സെറ്റ് മതിയല്ലേ? 10 ഉണ്ടല്ലോ. ഒരു സെറ്റ് നമ്മൾ 2 സെറ്റ് സ്റ്റാപ്ലർ പിൻസ് എടുക്കുവാണ്. പിങ്കാ ഇപ്പൊ വെച്ചതോ? എടുക്കാം. അവർ വെച്ചിട്ട് മാറട്ടെ. ഒരു ക്യൂട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് എൻ്റെ അനിയത്തിക്ക് വേണ്ട പോലും. ആ ബ്ലൂ തന്നെ വേണോ? ഞങ്ങൾ ഈ യെല്ലോയും അതിൻ്റെ പിങ്കും ആണ് കേട്ടോ നോക്കിയത്. അത് വന്നിട്ട്
700 അങ്ങനെ ഫിദാക്ക ആ ഇരിക്കുന്ന കുടകളൊന്നും വേണ്ട, അവൾക്ക് പുറത്ത് കണ്ട ആ കുട മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വാപ്പ അത് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വാപ്പ പോയിട്ടോ, അത് പുറത്തല്ലേ. അപ്പം നമ്മളകത്തത് വേറെ കുടയും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഫാൻസി ഐറ്റം ആണ് കേട്ടോ. ലൈക്ക് ഇത് ഡെയിലി യൂസിന് പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഈ ബോട്ടിലും നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ, നല്ല യൂസ്ഫുൾ ആണ്. സോ ഇതിൻ്റെ ചെറുതാണ്, ഇതിൻ്റെ 2-3 എണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. നശിപ്പിച്ച് ഇത് വേണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇന്ന് എന്തായാലും ഞാനിത് സാധിച്ചെടുക്കാൻ പോവാണ്. ഐ എം ഗോണ ബൈ ദിസ്. അതിനകത്തിട്ടോ ഗൈസ്, എൻ്റെ സിസ്റ്റർ എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചു തന്നിട്ട് അതെടുക്കാൻ എന്നെ നിർബന്ധിക്കുവാണ്. ലൈക്ക് ഇത് ആക്ച്വലി എനിക്കല്ല, അവൾക്ക് വേണമെന്നുള്ളത് കൊണ്ട് എന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അതിന് ബ്ലൂ, പിങ്ക്, യെല്ലോ, ഗ്രീൻ, അതുകൊണ്ടൊന്നും വേണ്ട. എന്തിനാണ്? സൂപ്പർ. എൻ്റെ ഉമ്മക്ക് ഇതിപ്പോൾ ഇത് വേണമെന്നാണ് പറയുന്നത്. തട്ടുകട നടത്താൻ പോണ അമ്മ. അത് ഇതല്ല, അത് സ്ക്വയർ വേണം. ഇതിൽ പറ്റൂല. ലൈക്ക് ഇതിൽ 4 എണ്ണമൊക്കെ മാക്സിമം. അറിഞ്ഞൂടെ ഗൈസ് എനിക്ക്. പിന്നെ ഒരു തള്ളിയതാണ്. അതിനത് യു ഓൾറെഡി ഹാവ് വൺ. ലെറ്റ് ഹർ ടേക്ക്. ഫിദ ഇതൊക്കെ കൊണ്ട് സ്കൂളിൽ പോവോ ഗൈസ്? എനിക്കറിയില്ല. ഫിദ സ്കൂളിൽ പോവോ? സത്യം പറഞ്ഞാൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വന്നിട്ട് ഉമ്മയാണ് ഇവിടെ തകർക്കുന്നത് ഗൈസ്. പാപ്പ വേറെന്തൊക്കെയോ വാങ്ങാനായിട്ട് വേറൊരു ട്രോളിയിൽ കുറേ സാധനം എടുത്തിട്ടിട്ട് പോയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, അയ്യോ, ഇത്രയൊക്കെ കഴിച്ചാൽ തട്ടിപ്പോവും ഗൈസ്. ആക്ച്വലി ഐ ആം ഓൺ എ സ്ട്രിക്റ്റ് ഡയറ്റ് ബട്ട് ഐ നീഡ് ദിസ്. ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞതാ. ബിക്കോസ് ഐ വോണ്ട് ഓൾ ഓഫ് ദിസ്. ഞാൻ എല്ലാം എടുക്കട്ടെ ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ് എടുക്കുകയാണ്. ലൈക്ക് ഇവിടെ ഓഫർ ഉണ്ട് കേട്ടോ. ലൈക്ക് ഐ എം തിങ്കിങ് ടു ടേക്ക് സം ചോക്ലേറ്റ്സ്. എനിക്ക് ഓറിയോ ഇഷ്ടമല്ല. ആൻഡ് ഐ ലവ് ദിസ് വൺ. ഇതൊരെണ്ണം എടുക്കാം. ദെൻ റോസ്റ്റഡ് ആൽമണ്ട് ഈസ് ഓൾസോ നൈസ്. പിന്നെന്താ, മിനി ട്രീറ്റ്സ് എടുത്താലോ? ഇത്രയും മതി ഗൈസ് തൽക്കാലം. എൻ്റെ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ കേട്ടോ ഗൈസ്. ആക്ച്വലി ദിസ് ഈസ് മൈ ഫേവറേറ്റ് എന്ന് പറയാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അതിൻ്റെ ചില ഫ്ലേവേഴ്സ് കേട്ടോ, ഇതിലിപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ് ഒന്നും കാണുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതൊന്നും. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ബിക്കോസ് ഇതിലുള്ളതൊന്നും എനിക്കിപ്പോൾ ഇഷ്ടമല്ല. പോകും കേട്ടോ. അയ്യോ, എൻ്റെ തൊണ്ടയൊക്കെ പോയിക്കണ. ഗൈസ്, അങ്ങനെ ഫിദാക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട്. വിശക്കണോന് എന്താ വേണ്ടേ? വിശക്കണോന് 250 ഗ്രാം ചിക്കൻ വാങ്ങിച്ചു കൊടുത്തു ഗൈസ്. അത് മതി ഗൈസ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ഓരോന്നും ബില്ലടിച്ച് കൊണ്ടുപോകാൻ കേട്ടോ. ഓരോന്നും ഇങ്ങനെ എടുത്തിട്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളിനി ഫുഡ് കോർട്ടിൽ പോവുകയാണ് ഫിദാക്ക് ഫുഡ് കൊടുക്കാൻ. ഗൈസ്, നമ്മൾ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. ലൈക്ക് ഫോർ പർച്ചേസിങ്. ഇത് നല്ല രസമായിരിക്കും. ഷോർട്ട്സും ദെൻ ഈ ഷോർട്ട്സിൻ്റെ കൂടെ ഈ വൈറ്റ് ടോപ്പ് നൈസായിരിക്കും. ഇവിടെ ഇപ്പോൾ കുറേ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. സോ ഞാൻ ഇതെല്ലാം നോക്കിയിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യട്ടെ. അപ്പോഴത്തേക്കും ഞാൻ വേഗം വരാം ഗൈസ്. ഇത്രയുള്ള ടോപ്പാക്കി ഇടാം, പക്ഷേ എനിക്കിത് ഒരു ഫ്രോക്കായിട്ട് ഇടാം. ഹായ് പറഞ്ഞേ. ഹായ് പറയും ഗൈസ്. നമ്മളിത് വീണ്ടും ഹൈപ്പറിലേക്ക് വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തോ
അങ്ങനെ നമ്മൾ ഫിഷ് വാങ്ങാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയിട്ടാണ് വീണ്ടും ആലോചിച്ചത്. അങ്ങനെ പിന്നെ ലാസ്റ്റ് വന്നിട്ട് വീണ്ടും നമ്മൾ ഫിഷൊക്കെ വാങ്ങിയിട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കുറേ പേരുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് നമ്മളെ അടുത്ത് വന്ന് സംസാരിച്ചതിനൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും നിങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. പുതിയ ബാഗും ബുക്കൊക്കെ വാങ്ങിയോ എന്നൊക്കെ ഉള്ളത് അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.